മുക്കാവയൽ എന്ന സ്ഥലം. മുക്കാവയൽ എന്ന സ്ഥലത്ത് ന്യൂ ഫോം റെസ്റ്റോറൻറ്റാണ് കൊണ്ടുപോകുന്നത്. ന്യൂ ഫോം റെസ്റ്റോറൻറ്റിൽ എൻ്റെ സജഷൻ പ്രകാരം നമ്മൾ മന്തി, പോത്തുങ്കാൽ മന്തി, ഇവരെല്ലാവരും മട്ടൻ മന്തി കഴിക്കാൻ പോയ ആൾക്കാരെ പോത്തുങ്കാൽ മന്തി കഴിക്കാനായിട്ട് കൂട്ടിക്കൊണ്ടിട്ടുള്ളത്. അപ്പം ഇവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു ചെറിയ കുഞ്ഞു ബ്ലോഗ്. പോത്തുങ്കാൽ മന്തി കഴിക്കാൻ വേണ്ടി വയനാട്ടിലേക്ക് വന്നു. അക്ഷയ് ഈ ഗാങ് ഇത് ശരിയായി ഉടായിപ്പോയാണ്. അക്ഷയ്, ആകാംഷ്, അബീദ്, ഒരാളും വേണ്ട വരുമ്പം കാണിച്ചു തരാം. ഫ്ലേർട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണുന്നത്. ഇംഗ്ലീഷ് മാത്രമേ പറയുള്ളൂ ബ്ലോഗ് എടുക്കുന്ന സമയത്ത്. എല്ലാ സമയത്ത് പച്ച മലയാളവും. അടുത്ത ജോലിക്കാരൻ്റെ ചിലവ് തരുമോ? ചിമ്മിണി ജോലിക്കാരൻ വയനാടേക്ക് ചിമ്മിണി കാണാൻ വേണ്ടി കൂട്ടിക്കൊണ്ടു ഒരുത്തൻ. വഴി പറഞ്ഞു നോക്കുന്നത് നമ്മളുടെ കൂട്ടത്തിൽ 5-ാമൻ. തട്ടോ ഇല്ലയോ അതിനുമാണ് വഴി ഉള്ളത്. വഴി കൊണ്ട് തട്ടാനുള്ള സാധ്യത കൂടുതലാണ്. മയോണൈസ്, ഗ്രീൻ ചട്നി, എന്തെങ്കിലും സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, യെസ്. പിടി പോത്തുങ്കാൽ മന്തി വന്നിട്ട് ലവ് ഷേപ്പിൽ കത്തിരിക്ക. ഇത് പോത്തുങ്കാൽ എക്സ്ട്രാ കൊട്ട തന്നെ. ഇത് പോത്തുങ്കാൽ മന്തി. ഇത് പോത്തുങ്കാൽ മന്തിടാ. ഇത് പോത്തുങ്കാൽ. എങ്ങനെയുണ്ട് ഇത് കഴിച്ചായിട്ട് നമുക്ക് അതിനെ നോക്കാം. പൊളിക്കണം. കൊള്ളാല്ലേ? എന്താ രതീഷ് ചെയ്ത പോലെ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. 1 ലിറ്റർ വീഡിയോ എടുക്കടാ. അത് ഊരി വീഴുന്ന നോക്കടാ. വന്നിട്ട് ഒരുപാട് സാധനം. ജസ്റ്റ് ഒരു കഷ്ണം കഴിച്ചോക്കാം. നൈസാണ്. അടിപൊളി. വളർന്നിക്കൊണ്ട് ആകാംക്ഷ ടേസ്റ്റ് ചെയ്ത് നോക്കിയോ? ടേസ്റ്റ് ചെയ്തോ? അങ്ങനെയുണ്ട്. ടേസ്റ്റ് പറയാനല്ലേ? എടാ മറ്റേ ഒതന്റിക് ജ്യൂസി സാധനമൊന്നുമില്ല. എടാ ഒരെണ്ണം മതി പറഞ്ഞാൽ ചെയ്യുന്നത്. എല്ലാവരും എടുത്തു. ഞാൻ എടുക്കട്ടെ. ഇത് പോത്തുങ്കാലിൽ എടുത്ത മജ്ജ. വീടെടുക്കാൻ പറ്റില്ല. വീട്ടിനുള്ളിൽ എടുത്ത മജ്ജാണിത്. നല്ല റൈസ് എടുത്തോക്കാം. നമ്മളെ ബീഫിൻ്റെ ടമ്മി പറയുന്നത് അതിന് മുന്നേ ഒരു സാധനം എടുക്കാനുണ്ട്. മറന്നു. മെയിനായിട്ട് മയണൈസ് എത്തി, നമ്മളുടെ റൈസ് എത്തി, മജ്ജ എത്തി. ഇതിനുള്ളിൽ ഇതാ പുറത്ത് ഇതുണ്ട്, ഇറച്ചിയുണ്ട്. കഴിച്ചു നോക്കാം. കഴിച്ചിട്ട് കറക്റ്റ് റിപ്ലൈ തരാം. മറ്റേ ആ ഒരു ചടങ്ങ് ചെയ്യണടാ. ചടങ്ങിൽ തന്നെ ആദ്യം കുറച്ച് ചോറ് മാത്രം എടുത്തേക്കാം. ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. അതിന് പിന്നെ ഒരു കഷ്ണം ഇറച്ചി, കുറച്ച് മയണൈസ് കൂട്ടി കഴിക്കുക. എടാ ഫുഡ് ബ്ലോഗ് എടാ ഇമാരെ ആദ്യമായിട്ട് കാണുന്നത്. നേരം നല്ല ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ. ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊക്കെ യൂട്യൂബ് ചാനലിൽ അറിയില്ല. നീ കണ്ടിന് സാധനം അടിപൊളി സാധനം. അടിപൊളി. ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല വ്യൂസ് ഉണ്ട്. 10K എൻ്റെ അടുത്തുണ്ട്. KL വ്യൂസ്. നല്ല അടിപൊളി. പുക പോകുന്ന നോക്കിയല്ലേ ജ്യൂസി ആണോ? അതിൻ്റെ വാക്കുകളൊന്നും അല്ലല്ലോ. ജ്യൂസി ടെൻഡർ മറ്റേ എക്സ്ട്രാ അഡീഷണൽ റൈസ് ഉണ്ട്. അൺലിമിറ്റഡ് ആണ്. കുറച്ച് റേറ്റ് ഉണ്ട്. അതായത് ഇറ്റ്സ് കോസ്റ്റ് അറൗണ്ട് 650, ദാറ്റ് കോസ്റ്റ് അറൗണ്ട് 900. റേറ്റ് ഉണ്ടെങ്കിലും സാധനം ഇറ്റ്സ് വർത്ത് ട്രൈ. അതാണ് പക്ഷേ കാശിലേക്ക് അവന് വലിയ അങ്ങനെ ടേസ്റ്റ് തോന്നുന്നു. വീണ്ടും കൈവള്ളി മയണൈസ് കൈവെക്കുന്നു. അവന് കുറേ നേരം എടുക്കാൻ വേണ്ടി നടക്കുന്നില്ല. എടുക്കുക എടുത്തോ. യെസ് ഫൈനലി ഇവിടെ ടേസ്റ്റ് ആയിട്ടുള്ള അവസരം. എനിക്ക് നേരെ തെറ്റുകൾ കിട്ടിക്കുക. ഓക്കെ
ഒക്കെ എടുക്കടാ. ഞാൻ ആദ്യമായിട്ട് അൺലിമിറ്റഡ് രണ്ടാമത് ട്രൈ ചെയ്യണമെങ്കിൽ എത്ര അടിപൊളിയായിരിക്കും സാധനം. ഞാൻ എന്തായാലും റെഫർ ചെയ്യും. എടാ ന്യൂ ഫോം തലയുടെ കൽപ്പറ്റല്ലേ? അതുകൊണ്ട് പേര് ന്യൂ ഫോം എന്ന് അടിച്ചാൽ മതി. ഇവിടെ നല്ല അടിപൊളി സാധനമാണ്. ഒന്നും പറയാൻ ഇല്ല, വാക്കുകളില്ല. കാണിച്ചതാ. ഫിനിഷ് അവിടെ നെക്സ്റ്റ് റൗണ്ട് തുടങ്ങി. ഇത് രണ്ടും എൻ്റെ അഭിനയ പറഞ്ഞ പോലെ വെച്ചാൽ ആന കൊടുങ്കാട്ടിൻ്റെ ഒരു അവസ്ഥ എന്നുള്ള രീതിയിൽ 2 പ്ലേറ്റ് ഓൾറെഡി കഴിഞ്ഞു. 3ാമത്തെ പ്ലേറ്റ് വന്നു. ഒരു 7 തീർന്നു. ഈ 2 സ്റ്റാമിനയില്ല. 2 കഴിച്ചപ്പോൾ എല്ലാവർക്കും ആയി. എല്ലാം ചെയ്തു. സ്റ്റാമിനയുടെ ആശാന്മാർ വിയറ്റ്നാമീസും ജൂഡോസും 2 പേരും അടിച്ച് തീർക്കുക. മത്സരമാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നുള്ളത്. അത്രയ്ക്ക് നൈസ്. അതുകൊണ്ടൊക്കെ അവസ്ഥ നോക്ക്. അത്രയ്ക്ക് അടിപൊളിയാണ് സാധനം. അത്രയ്ക്ക് ക്ഷീണം മാറ്റാൻ ഡ്രൈവിംഗ് മോഡ് എല്ലാവരും കൂടി മഞ്ഞപ്പാറ ട്രെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഗൂഗിൾ മാപ്പ് ചതിച്ചു. ഗൂഗിൾ മാപ്പിൽ മഞ്ഞപ്പാറ എന്ന സ്ഥലമില്ല. പക്ഷേ ഇവിടെ മഞ്ഞപ്പാറയുണ്ട്. മുൻപോട്ട് കാണിക്കുന്നുണ്ട്. അവിടെ ആ കാണുന്നതാണോ എന്നറിയില്ല. അല്ലാതെ മലയൊന്നല്ലല്ലോ, മേഘല്ലേ. പിന്നെ അങ്ങോട്ടേക്കൊക്കെ ഉണ്ട്. എന്തൊക്കെ ഉണ്ട് നീ അയച്ചു. എടാ നീ അയച്ചിട്ട് NIT അയക്കണം. ഇതല്ല പോയി അതിനുമില്ല. യെസ്, നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു അരമണിക്കൂർ. ആ മന്തി ഇന്ന് സാധനമാക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ വയറിൻ്റെ പൊട്ടാനായിട്ടുള്ള എത്തുന്നിരിക്കുന്നു. ഈ വഴി ഏകദേശം 1 മണിക്കൂർ ഉണ്ടെന്ന് എൻ്റെ ഒരു മനസ്സ് പറയുന്നു. 1/2 മണിക്കൂർ കൊണ്ട് എത്തുന്നു പലരും പറയുന്നു. നോക്കാം എന്തായാലും. പക്ഷെ നല്ല വ്യൂ. പോകുന്ന വഴിയിൽ നോക്കൂ. വീഡിയോ എടുത്തുകൊണ്ട് എങ്ങനെ കയറാൻ പറ്റുമ്പോൾ എനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ അതിൽ കയറും. നോക്കൂ, ഇതും ടോപ്പല്ല. ടോപ്പ് അവിടെ വഴിയുണ്ടെന്ന് വിചാരിക്കുന്ന അപ്പൂപ്പനെ കാണിക്കുന്നുണ്ട്. ഈ ഒരു വഴിയല്ല, ആ മേഘങ്ങൾക്കിടയിൽ കൂടെ ലൈറ്റ് വരുന്നത്. അവിടെ ഒരു മലയുണ്ട്. ഇതിലിവിടത്തോളം ആ ഒരു എഫക്റ്റ് കാണാൻ പറ്റുന്നത്. നമുക്ക് നേരിട്ട് ഞാൻ കാണുന്ന അത്ര എഫക്റ്റ്, ആ വെളിച്ചം താഴോട്ടേക്ക് ഇറങ്ങുന്ന ആ ഒരു എഫക്റ്റ് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. താഴോട്ടേക്ക് വെളിച്ചം വരുന്നൊരു എഫക്റ്റ് ഉണ്ട്. ആ എഫക്റ്റ് എത്രത്തോളം നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് നോ ഐഡിയ. പക്ഷേ ഇതൊക്കെ പക്ക പെയിൻറ്റിങ് പോലില്ലേ. ഇങ്ങോട്ടേക്ക് മൈ ഫ്രണ്ട്സ് അല്ല, അതിൻ്റെ മേലെ തിരിച്ച് താഴ്ത്തി നമ്മൾ കാണുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ എഫക്റ്റ്. താഴോട്ടേക്ക് മഴ ഇതാവുന്ന നല്ല സ്ഥലം. മരം കണ്ടോ തിരിച്ചിറങ്ങുന്നു. മറ്റേ മീശപ്പുഴി വലിയ കുഞ്ഞു വീഴുന്നതോ. പക്ഷേ എന്താ നല്ല രസമില്ല ഈ ഫ്രെയിം കാണാൻ. ഫോട്ടോ എടുക്കാം. മറ്റേ ഏതോ ഒരു അതിൻ്റെ മേലെ വരെ നമ്മൾ പോയി. അതിൻ്റെ മേലെ നമ്മൾ എത്തിയിട്ടില്ല. പക്ഷെ എന്നാലും തൊട്ടായ വരെ